ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എനിക്കും സുഖമാണ്. അപ്പോൾ എന്ത് പറയുന്നു, ഇന്നത്തെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മളിതാ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ്. പിന്നെ ഒരുപാട് പേര് എവിടെ വീട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട് എവിടെയെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോസുകളൊന്നും എടുത്ത് കാണാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴയ വീഡിയോസുകളൊക്കെ കാണുക. മക്കൾ എത്രണ്ണാന്ന് ചോദിക്കുന്നുണ്ട്. മക്കളെ ഞാൻ അതിൽ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, എവിടെയാണ് വീട് എന്നല്ലേ? വീടെന്താ, മണ്ണാർക്കാട് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ. പിന്നെ നമ്പർ തരുമോ ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഞാൻ തരാം. എനിക്ക് ഇവിടെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കാരണത്താൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലത്തെ നമ്പർ തന്നേക്കാം. വാട്സപ്പ് ചെയ്യുക. സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യത്തിന് മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം. അല്ലാത്ത കാര്യത്തിന് ചെയ്തേക്കരുതേ. കാരണം ഞാൻ ബ്ലോക്ക് ചെയ്തിടും. പേഴ്സണലായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം. വേറെ ഇപ്പം എന്തുവാ, വേറെന്തോ വിശേഷം, അങ്ങനെയൊക്കെ പോണു. പിന്നെ മക്കൾ എത്ര പേരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മക്കളെ ഫോട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ഒരുപാട് വീഡിയോസുകളൊന്നും കാണാത്തവരാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മലയാളം അറിയൂല, മലയാളം എഴുതാൻ അറിയൂല എന്ന സംഭവം ശരിയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കുറവാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് ജീവിക്കാതിരിക്കാം നിർവാഹമില്ലല്ലോ മോനെ. ആരാണ് കമൻറ്റ് ഇട്ടതെന്ന് വെച്ചാൽ, ഞാൻ 9ാം ക്ലാസ് വരെയുള്ളൂ കേട്ടോ പോയിട്ട്. പിന്നെ എൻ്റെ വാപ്പിയും പിന്നെ പിടിച്ച് കെട്ടിച്ചു. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ എഴുത്തും വായനയൊക്കെ തന്നെ ഉള്ളൂ എനിക്കറിയുള്ളൂ. അത് വിചാരിച്ചിട്ട് എന്നെ ആരും ചൊറിയാൻ വരണ്ട കേട്ടോ. ഞാൻ തിരിച്ചങ്ങോട്ടും ചൊറിയും. എനിക്ക് എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട്, എൻ്റെ ഉള്ള ഇത് വെച്ചിട്ടും തന്നെ ഉള്ളൂ പറയാനും ഇരിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. മലയാളം നേരാവണ്ണം എഴുതാൻ അറിയില്ല, ശരിയാണ്. മലയാളം നേരാവണ്ണം എനിക്ക് എഴുതാൻ അറിയില്ല. ഇംഗ്ലീഷ് നേരാവണ്ണം വായിക്കാൻ അറിയില്ല. ഈ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരും അതല്ലെങ്കിൽ മലയാളം എഴുതാനും വായിക്കാൻ അറിയുന്നവരൊന്നല്ല ഈ സൗദി അറേബ്യയിലുള്ളത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, എൻ്റെ വാപ്പ 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ടാണ് ഈ സൗദിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ 8-9 കൊല്ലം നിന്ന് ഞങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കി, ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം തന്ന്. പിന്നെ എന്താ പറയുക, 9 വരെ ഞാനും പോയിക്കണ്. എൻ്റെ അമ്മ 10ാം ക്ലാസ് വരെ എൻ്റെ അമ്മ പോയിക്കണ് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് ആകെ 9ാം ക്ലാസ് ഉള്ളൂ. എൻ്റെ ഏട്ടത്തിക്ക് കിട്ടിക്കണത് ആകെ 8ാം ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലൊക്കെ എവിടെയാണ് തേസിലാകുക എന്നുണ്ടെച്ചെങ്കിൽ അവിടേക്ക് എത്തും. അതേ അല്ല, അള്ളാൻ്റെ കൽപ്പന എന്താ വെച്ചെങ്കിൽ അതേപോലെയൊക്കെ വരും. പിന്നെന്താ പറയുക, അപ്പോൾ മക്കളെയൊക്കെ പഠിപ്പിക്കണം എന്നുണ്ട്. പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി ആവുക വെച്ചെങ്കിൽ ആവട്ടെ. സ്വന്തം കാലിൽ നിൽക്കാനാവുക വെച്ചെങ്കിൽ ആയാൽ അവർക്ക് നല്ലത്. അതല്ലെങ്കിൽ ഉമ്മാനെ പോലെ അതല്ലെങ്കിൽ വാപ്പാനെ പോലെ ഒക്കെ ആവേണ്ടി വരും. പിന്നെ വേറെന്തോ വിശേഷങ്ങൾ, എന്താണ്, പെരുവിരലില്ലാത്തവന് ചെറുവിരലുള്ളോ ഇല്ലാത്തവൻ്റെ ചരിത്രം പറയുക, അല്ലെങ്കിൽ അവനെ കളിയാക്കുക എന്നൊക്കെ പറയില്ലേ. ആ അവസ്ഥയാണ് നമ്മളെ നാട്ടുകാർക്കിപ്പോൾ. അതും കുഴപ്പമില്ല, ഒക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ പോരട്ടെ. അപ്പോഴാണ് നമുക്കും തന്നെ കമൻറ്റിന് റിപ്ലൈ തരാനും അതേപോലെ തന്നെ അതിന് എന്താണ് മറുപടി കൊടുക്കാനും ഇതിനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ എനിക്കിഷ്ടം കേട്ടോ. ഞാൻ ആർക്കും മറുപടി കൊടുക്കാതിരിക്കലൊന്നുമില്ല. ഏത് കമൻറ്റ് വന്നാലും അതിനാർക്കെങ്കിലും ഒരു ഹായ് എങ്കിലും കൊടുക്കലുണ്ട് കേട്ടോ. അവർ കഷ്ടപ്പെട്ട് നമുക്കൊരു ഹായ് അതല്ലെങ്കിൽ ഒരു
എന്തെങ്കിലും ഒരു കാര്യം അവരെഴുതി വിടുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത്രത്തോളം വെറുപ്പിക്കണ വല്ല കമൻറ്റും വിട്ട് വെച്ചെങ്കിൽ തിരിച്ച് ഞാൻ മറുപടി കൊടുക്കലുണ്ട്. പിന്നെന്തുവാ, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയും. എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ മക്കളും എല്ലാതും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെയെന്നൊന്നും അറിയൂല. അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് അയക്കണ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ സ്ഥലം എവിടെ, എന്താ, ഏതാന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇങ്ങനെ പരിചയപ്പെടാനും സംസാരിക്കാനും അതല്ലെങ്കിൽ കൂട്ടുകൂടാനൊക്കെ കഴിഞ്ഞല്ലോ. ഒരു വ്യക്തിയെ സ്നേഹിക്കാനും ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനും ചിലർക്കൊക്കെ പറ്റുക, അതല്ലെങ്കിൽ ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്നും കഴിഞ്ഞോണമെന്നില്ല കേട്ടോ. പ്രത്യേകിച്ചിട്ട് ഈ അഹങ്കാരിയെ ആരും ഇഷ്ടപ്പെടാനത്ര ചാൻസ് ഇല്ല. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് രണ്ട് പറയും. തിരിച്ച് രണ്ട് പറയും. അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ ആയേ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങോട്ട് വരിക വെച്ചെങ്കിൽ തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കും. അതല്ല കെട്ട രീതിക്ക് വെച്ചെങ്കിൽ തിരിച്ച് കെട്ട രീതിക്ക് തന്നെ നിൽക്കും കേട്ടോ. അല്ലാണ്ട് നിവൃത്തിയില്ല. എല്ലാവരും ജീവിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ എന്താ പറയുക, നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ ഇട്ടോളി, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ സന്തോഷമുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഇപ്പം എന്തുവാ, അതെന്തോ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്പറിൻ്റെ കാര്യം കേട്ടോ. എന്തായാലും ആരും വെറുപ്പിക്കരുതേ. നല്ല രീതിയിൽ ഇവിടെ റിയാദ് മലാസ് ഭാഗത്ത്, ഇനി ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പറഞ്ഞു തരാൻ എന്താണ് ശരിക്കുള്ള പേര് ഇവിടേക്ക് പറയുക എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ എത്തിക്കുക. പിന്നെ വേറെ ഇപ്പം എന്തുവാ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അഹങ്കാരിയുടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ കമൻറ്റുകളൊക്കെ പോരട്ടെ. വേറെന്താ പറയാൻ, എത്ര മക്കളാണ് എന്നൊക്കെ ചോദിച്ചവർക്കൊക്കെ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾ എത്രയിലാണ് പഠിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്തുവാ, വീട്ടിലാരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിലാരൊക്കെയെന്ന് വെച്ചാൽ ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു ജ്യേഷ്ഠത്തി, ഒരനിയന്, പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, അനിയൻ്റെ വൈഫ്, എൻ്റെ കുട്ടികളും, എൻ്റെ 3 മക്കളും ഉണ്ട്. പിന്നെന്താ, വേറെ ഇപ്പം എന്താ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ചോദ്യം കേട്ടോ. ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡിന് എന്താണ് ജോലി, ഹസ്ബൻഡ് എന്താണ് അങ്ങനെ ഡിവേഴ്സാക്കിയത് എന്തുകൊണ്ടാണ്, ഹസ്ബൻഡ് എന്തുകൊണ്ടാണ് ഡിവേഴ്സാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആൻസറുകൾ കൊടുത്തു കഴിഞ്ഞതുകളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡും ഞാനും ഡിവേഴ്സാണ്. പിന്നെ 3 മക്കളുണ്ട്. ആൾ നാട്ടിൽ ഡ്രൈവറാണ്. എന്നെ കല്യാണം കഴിക്കുമ്പോഴും ഡ്രൈവർ തന്നെയായിരുന്നു, ഇപ്പോഴും ഡ്രൈവറാണ്. പിന്നെന്താ പറയുക, മാക്സിമം തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കി. ആൾ വേറെ കല്യാണം കഴിച്ചു, സുഖമായി ആൾ ജീവിക്കണു. ഞാനും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാനും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബാധ്യതകളും കടങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ 2-3 മക്കളെ പോറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുമല്ലോ, പ്രത്യേകിച്ചിട്ടൊരു പെണ്ണൊരുമ്പെട്ടാൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, ഭർത്താവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു വേസ്റ്റായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ 3 മക്കളെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടായി, പക്ഷെ ആ മക്കളെ വേണ്ട രീതിയിൽ നോക്കാൻ പറ്റിയില്ല. എൻ്റെ കാര്യം പോട്ടെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
നമ്മുടെ മുസ്ലിംസിലെല്ലാവരും കെട്ടലും കാര്യം തീർക്കലും അത് ഇപ്പോഴായിട്ടുള്ള ഒന്നല്ല, അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സംഭവം തന്നെയാണ്. ഇനി മാറാനും പോണില്ല. അപ്പോൾ കെട്ടലും കാര്യം തീർക്കലും എല്ലാതും ഉണ്ടാവും. പക്ഷെ സ്വന്തം മക്കളെ തിരിഞ്ഞ് നോക്കാത്തൊരു വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു, അപ്പോഴേക്കും ആൾ വന്നു. അപ്പോൾ ഞാൻ കട്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്നത്, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്ന കാര്യങ്ങളും വേറുള്ളതൊക്കെ. അപ്പോൾ ഒരുപാട് പേര് കേസ് കൊടുത്തൂടെ, അതാണെന്നൊക്കെ ചോദിച്ചത്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ കേസ് കൊടുത്തൂടെ, അതല്ലെങ്കിൽ ചിലവിന് അത് ഇതാക്കിക്കൂടെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതിൻ്റെ പിന്നാലെ നടക്കാനും അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കാനൊക്കെ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലതല്ലേ ആൾക്ക് സ്വയം തോന്നാതെ നമ്മൾ ഒരാളും നിർബന്ധിക്കേ വേറുള്ളതൊന്നല്ല. എന്തായാലും ഒന്ന് ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെറും കൈയോടെ എൻ്റെ വാപ്പിയും പിന്നെ അങ്ങോട്ട് വിട്ടിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ മക്കളെ കൊണ്ടൊന്നല്ല പോയിരുന്നത്, അവിടെ ചെന്നിട്ടുണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, തിരിച്ച് പോന്നപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മക്കളെ കൂട്ടിയിട്ട് പോന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ ഞാൻ അവിടുന്ന് പോന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ മോള് +2 പഠിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്താ പറയുക, അതേപോലെ 3 മക്കളെ കിട്ടിയാലോ, അതിനെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ചെയ്ത നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ടാവുക, ആ 3 മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. പിന്നെ വേറെ ഇപ്പം എന്തുവാ, അത്ര തന്നെ. മക്കളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഓരോരുത്തർ ഇതിൽ കമൻറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊരു കുട്ടീനെ എനിക്ക് തരുമോ, ഞങ്ങൾ പൊന്നുപോലെ നോക്കാം, എന്താ ഒരെണ്ണത്തിനെ കൊണ്ട സജി എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ അറിയണ ഒരു കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, അതിൻ്റെയൊക്കെ സമയമാവട്ടെ. അപ്പോൾ ആർക്കാണോ വിധിച്ചിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ ആ ഒരു ടൈമിൽ അത് നടക്കും. എന്തായാലും അവരിപ്പോൾ പഠിക്കട്ടെ. ഒരാൾ +2നും ഒരാൾ 10ലുമാണ് പഠിക്കുന്നത്. പിന്നെ പിന്നെന്തുവാ, ഓരോരുത്തർ പെൺമക്കളെ കിട്ടിയിട്ട് അല്ലെങ്കിൽ പെൺമക്കളാണെന്ന് പറഞ്ഞിട്ട് തലമ കൈ വെച്ച് നടക്കണവരുണ്ട്. എന്തായാലും എനിക്ക് 3 മക്കളെ പടച്ചോൻ തന്നുള്ളൂ. ഇനി 2 കൂടി കിട്ടിയാലും ഞാൻ സ്വീകരിക്കും. എന്താ വെച്ചാൽ മക്കളെന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഇല്ലാത്ത ഇടങ്ങേറും കയ്യും കണ്ണീരും കൊണ്ടൊക്കെ നടക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. പിന്നെ മക്കളെ ഉപേക്ഷിച്ച് പോണ ആളുകൾ, അവരും സമൂഹത്തിൽ ഒരുപാട് രീതിയിൽ ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും ബുദ്ധി പടച്ചോൻ തരാതിരിക്കട്ടെ. വേറെ ഇപ്പം എന്തുവാ, പാപ്പാക്ക് അങ്ങനെ കഴിഞ്ഞെങ്കിലും ഉമ്മാക്ക് കഴിയാത്തതുകൊണ്ടാണെന്ന് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയത്. പിന്നെ ഒരുപാട് പേര് എനിക്ക് കല്യാണാലോചനയിൽ വരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഏതായാലും എൻ്റെ മക്കൾ നല്ല രീതിയിലെത്തട്ടെ. പിന്നെ വേറെന്താ പറയുക, വേറൊരാൾ കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മക്കളെ എന്താണ് ഓർഫനേജിലോ യത്തീംഖാനയിലോ അങ്ങനെയൊക്കെ ചേർത്തുകൂടായിരുന്നോ, അവർ സേഫ്റ്റി ആവൂലേ. അല്ലാ പഠിച്ചോനെ, സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷേങ്കിൽ അത് ഞാൻ വെച്ചെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നു. അവർ കുഞ്ഞു മക്കളാവുമ്പോൾ ഞാൻ ചെയ്യേണ്ടിയിരുന്നു. അവരെത്രയും ഇവിടം വരെ എത്തിച്ചില്ലേ. ഞാൻ പറഞ്ഞല്ലോ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മോളെയും കൊണ്ട് പോകുന്നതാണ് എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോൾ ഈ ഒരു 2 മാസം, ഇത് 3ാമത്തെ മാസമല്ലേ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട്. അതിലിപ്പോൾ 10 ദിവസമല്ലേ ഉള്ളൂ ഞാൻ അവിടെ പോയി നിന്നിട്ട്. ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ മക്കളെ പിരിഞ്ഞിരുന്നിട്ടില്ല കേട്ടോ. ഈ 3 മാസമാണ് ഇപ്പോൾ ഞാൻ അവരെ പിരിഞ്ഞിരുന്നിട്ടുള്ളത്.
അതല്ലാത്തൊക്കെ എൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അവരെ. അപ്പോൾ ആ ഒരു ഇപ്പോഴും ഓരോരുത്തർ പറയുന്നുണ്ട്, മോനെ എന്താണ് യത്തീംഖാനയിലാക്കിക്കൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷെ എനിക്കതിന് സാധിക്കണില്ല കേട്ടോ. എന്താ പറയുക, അതെന്തോ ഒരു ആരുമില്ലാത്തവരെ കൊണ്ടുപോയി ആക്കണ, ആരുമില്ലാത്തവരല്ല പക്ഷെ ഉള്ളവരും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ വാപ്പി ഉമ്മയൊക്കെ ഉള്ളവർ കൊണ്ടുപോയി ആക്കണുണ്ട്. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പിന്നെന്താ, പിന്നെ അജ്മോനെ കൊണ്ടുപോയി ആക്കിക്കൂടെ, അജ്മോന് എന്താണ് പഠിക്കാനും ഇതൊക്കെ പിന്നാക്കാണ്. പക്ഷെ അവനെ കൊണ്ടുപോയി ആക്കിയാലെന്ന് വെച്ചാൽ അവന് പൊതുവേ ഒരു ആരോഗ്യം കാര്യങ്ങളും ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അവന് ഏത് നേരം അസുഖവും കാര്യങ്ങളും വന്നുകൊണ്ടും. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ കൊണ്ടുപോയി ആക്കിയാൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ മാനസിക നില തെറ്റും കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവനെ അവിടെ ഇട്ടിട്ട് പോന്നിട്ടുള്ളത്. മക്കളെ കുറിച്ചിട്ടൊന്നും പറയാതിരിക്കുക നല്ലത്. ഭ്രാന്തമായിട്ട് മക്കളാരും സ്നേഹിക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടാവും എനിക്കറിയാം. പക്ഷെ കൂടുതലായിട്ട് ഇതേപോലെ എല്ലാവരും സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റണില്ല കേട്ടോ. എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൂടെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ വന്നാൽ എൻ്റെ അജ്മോനെങ്കിലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ട്. എൻ്റെ കൂടെ നിർത്തണം എന്നുണ്ട് എൻ്റെ കുട്ടീനെ. ഫിദമോളും നിദമോളും അവർക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്താ അറിഞ്ഞൂടാ, ഏത് നേരം അസുഖവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് വലിയൊരു ആരോഗ്യക്കുറവ് എന്ന് തന്നെ പറയാം. നമ്മൾ ഞാൻ പോകുന്നതിന് ശേഷം വല്യമ്മയാണ് അവനക്ക് കാലിൽ തൈലം തേച്ചിട്ട് ഒഴിഞ്ഞു കൊടുക്കുക ചെയ്യുന്നുണ്ട്. വല്യമ്മ പറഞ്ഞാൽ കുറേയൊക്കെ അവന് കേൾക്കും. ഉമ്മ പറഞ്ഞാൽ അവൻ തീരെ വിളിച്ചിടത്തേക്ക് ഇരിക്കുകയൊന്നും ചെയ്യൂല. പിന്നെ കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നത് അവനക്ക് തന്നെയായിരുന്നു കേട്ടോ. പേടിയെന്ന് വെച്ചാൽ ഞാനൊന്ന് വിളിച്ചാൽ മതി, അവന് പെട്ടെന്ന് വരും. എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇമ്മ അങ്ങനെ ചീത്താറിയ കാര്യങ്ങളോ പറലോ ഒന്നുമില്ല. അപ്പം തന്നെ ഓലിക്കധികം ഇതല്ലേ, എന്താ പറയുക. എന്തായാലും പടച്ചോനെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. അവനെങ്കിലും കൂടെ കൊടുന്ന് നിർത്തണം എന്നുണ്ട്. പടച്ചോന് നല്ലൊരു വഴി കാണിച്ചു തരട്ടെ. വേറെന്താ പറയുക, നിങ്ങളെയും കൂടെ സങ്കടപ്പെടുത്തിയില്ലേ. ഞാൻ എന്നും പറയലില്ല, എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ എൻ്റെ മക്കളെ കാര്യം പറഞ്ഞാൽ എനിക്ക് കഴിയൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നിർത്തണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും.